റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ജലസ്രോതസ്സിലേക്ക് ഒഴുകുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. വെള്ളത്തുവൽ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് റിസോർട്ടുകളിൽ നിന്നും ശുചിമുറി മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകുന്നുവെന്ന പരാതി ഉയർന്നത്. പരാതിയെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ മതിയാമിതം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകുന്നുവെന്ന് കണ്ടെത്തിയതായും ഇതിനെ തുടർന്നാണ് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. ആനച്ചാലുള്ള ഫോഗ്, വൈബ് എന്നീ 2 റിസോർട്ടുകൾ അവരുടെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓവർഫ്ലോ ചെയ്ത് മുതിരപ്പുഴയാറിലേക്ക് അവരുടെ മാലിന്യം ഒഴുക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരം വെള്ളത്തുവൽ പഞ്ചായത്ത് സെക്രട്ടറി മുഖേന 2 സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതാണ്. അവരുടെ ഒക്യുപ്പൻസി റേറ്റ് അനുസരിച്ച് 2,75,000 ലിറ്ററിൻ്റെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് 1,00,000 സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ്. പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് 25,000 ലിറ്ററിൻ്റെ മാത്രം സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല കുഴികളിലൂടെ സഞ്ചരിച്ച് മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന ചട്ടങ്ങൾ പാലിക്കാതെയാണ് റിസോർട്ടുകളുടെ പ്രവർത്തനമെന്നും പ്രശ്നം പൂർണ്ണമായി എന്ന് പരിഹരിക്കുമോ അന്നുവരെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. 30-ാം തീയതി 12 മണിക്കുള്ളിൽ ഈ 2 സ്ഥാപനങ്ങളും അടച്ച് ഈ പ്രശ്നപരിഹാരം വരെ, അതായത് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ തുറന്നു വിടുന്നതിനുള്ള എന്നതിനുള്ള പ്രശ്നപരിഹാരം, അതായത് പുതിയ STP ഉണ്ടാകുകയോ അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് വരെ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് മെമ്മോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി മതിയാമിതം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുന്നുവെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. പ്രദേശത്ത് ദുർഗന്ധമുയരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. വിഷയത്തിൽ ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണും വരെ റിസോർട്ടുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.